ആലപ്പുഴ ചേർത്തലയിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ച മന്തി റെസ്റ്റോറന്റ് ഉടമ അറസ്റ്റിൽ. ചേർത്തലയിലെ മെഹർ മന്തി റെസ്റ്റോറന്റ് ഉടമ അർഷാദാണ് അറസ്റ്റിലായത്. കലാപമുണ്ടാക്കാനായി മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുവെന്നാണ് കേസ്. ശ്രീകൃഷ്ണന് മുന്നിൽ കുഴിമന്തി വെച്ചാണ് വിവാദമായ പോസ്റ്റർ തയ്യാറാക്കിയത്. ജനം TV വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. സുദേശ് ഉണ്ട് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ. സുദേശ്, ഇത് ജനം ഇംപാക്റ്റ് ആണ്. ജനം TV പുറത്തുവിട്ട വാർത്തയിൽ ഇതാ നടപടിയായിരിക്കുന്നു. ഈ മെഹർ ഹോട്ടലുടമയെ എന്ത് പേരിലാണ് അറസ്റ്റ് ചെയ്ത് പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം അത് തെളിഞ്ഞില്ലേ? അശ്വതി, അതുതന്നെയാണ് നമ്മൾ വാർത്ത നൽകിയതിൽ സൂചിപ്പിച്ച അതേ കുറ്റങ്ങൾ ഇല്ലെങ്കിൽ അതേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ചേർത്തല പോലീസ് ഇപ്പോൾ ഹോട്ടലുടമ അർഷാദിനെതിരെ കേസെടുത്തിട്ടുള്ളത്. 1 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ ഈ കുഴിമന്തിക്കും ചിക്കനും നേരെ കൊതിയോടെ നോക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ചിത്രമാണ് പ്രചരിപ്പിച്ചത്. അതും വിഷുനാളിലാണ് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത്. ഇത് ദുരുദ്ദേശപരമായി ബോധപൂർവം കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടു തന്നെയാണ് ചേർത്തല പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇത് ഹൈന്ദവ സംഘടനകൾ നൽകിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ പരാതികൾ ഇനിയും വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാന രീതിയിൽ കോഴിക്കോട്ടും പരാതികൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. എന്തു തന്നെയായാലും വളരെ ബോധപൂർവം കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് കേരളത്തിലുടനീളം ഇത്തരത്തിൽ ജിഹാദികൾ സൃഷ്ടിച്ചത് എന്നാണ് തിരിച്ചറിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളതും. അശ്വതി, തീർച്ചയായും സുധീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. ഇത്തരത്തിൽ ആലപ്പുഴ ചേർത്തലയിലാണ് ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ച മന്തി റെസ്റ്റോറന്റ് ഉടമ അറസ്റ്റിലായിരിക്കുന്നത്. ചേർത്തലയിലെ മെഹർ മന്തി റെസ്റ്റോറന്റ് ഉടമ അർഷാദാണ് അറസ്റ്റിലായത്. കലാപമുണ്ടാക്കാനായി മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് കണ്ടെത്തൽ. ജനം TV പുറത്തുവിട്ട വാർത്തയിലാണ് ഇപ്പോൾ ഒരു നിർണായക നടപടി കേരള പോലീസ് കൈക്കൊണ്ടത്.